കൊല്ലത്ത് ശക്തമായ കാറ്റിൽ വ്യാപക നാശനഷ്ടം. തേവലക്കര അരിനെല്ലൂരിൽ മരങ്ങൾ കടപുഴകി വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീണു. കൊല്ലം ജില്ലയിൽ വൈദ്യുതി ബന്ധം ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഞങ്ങളുടെ ബ്യൂറോ പറയുന്നു. അരുൺ രാജ് തത്സമയം ചേരുകയാണ് കൊല്ലത്തുനിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ്. കൊല്ലം അരിനെല്ലൂരിലും മൈനാഗപ്പള്ളിയിലുമാണ് ഈ കനത്ത കാറ്റിൽ വ്യാപകമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. ഒരു വീടിന്റെ ഈ ഭിത്തിയടക്കം പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഈ അരിനെല്ലൂരിലാണ് വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരങ്ങളും അതുപോലെ തന്നെ ഫ്ലെക്സ് ബോർഡുകളും കടപുഴകി വീണത്. വലിയ രീതിയിൽ കാറ്റ് ഇപ്പോൾ ജില്ലയുടെ പല ഭാഗങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. ജില്ലാ ഭരണകൂടം 3 തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ദേശീയപാതയിലൂടെ പോകുന്നവർ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം. കാരണം ഈ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പലയിടവും വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വാഹനങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, ശക്തമായ കാറ്റ് പല മേഖലയിലും അനുഭവപ്പെടുന്നു. അതുകൊണ്ട് ഈ യാത്ര ചെയ്യുമ്പോൾ പല ഭാഗങ്ങളിലും റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കരുതലോടെ വേണം യാത്ര ചെയ്യാൻ എന്ന് ആവർത്തിക്കുന്നുണ്ട്. മറ്റൊന്ന്, കടലോര മേഖലയിൽ താമസിക്കുന്നവർക്കാണ് ഈ കടലാക്രമണ ഭീതി അത് നിലവിലുള്ള കള്ളക്കടൽ പ്രതിഭാസമടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾ ജാഗ്രത തുടരണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം ആവർത്തിക്കുന്നത്. ജില്ലയിൽ ഇതുവരെ 24 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന് ലഭിച്ച വിവരം. വ്യാപകമായ തോതിൽ കൃഷി നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്.